So hello guys, welcome to our epic survival episode 2 uh, 3 അത്രയും ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ബേസ് പണിയാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇവിടെ ഒരു പുത്തനൊരു മറ്റേ ഓക്ക് ഫോറസ്റ്റ്. ഇത് ഞാൻ ആ മലയുടെ അപ്പുറം ചാടി കടന്നു പോയി ഒരു ഓക്കുമരം വെട്ടി ഒരു സാപ്ലിങ് കൊണ്ട് വന്ന് ഉണ്ടാക്കിയ വലിയൊരു ഇതാണ്. പിന്നെ നമ്മൾ മൈനിങ്ങിന് പോയി ഫുൾ അയൺ ആർമറൊക്കെ ആയി. ഇതുണ്ട്, എൻ്റെ 31 ഓക്കുണ്ട്. ഇനി നമുക്ക് സ്പ്രൂസും വേണം. പറഞ്ഞ ബ്രിഡ്ജ് ഞാൻ എടുക്കാൻ മറന്നുപോയി. ബ്രിഡ്ജ് ആവശ്യം കാണും എന്ന് തന്നെ തോന്നുന്നു. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്നുകൊണ്ട് ഈ മലയുടെ അപ്പുറം ഒന്ന് ചാടി പോകേണ്ട വരും. ഇതെന്തുവാ? ഓ അത് ഞാൻ പറഞ്ഞില്ല, മറ്റേ യവനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് റീസോഴ്സ് ഗ്യാദർ ചെയ്യണം. അതെ, ഇങ്ങനെ ബേസ് ഉണ്ടാക്കണം. ഞാൻ പോലും പയണാറും പറയും. അത് കാരണം ബേസ് തന്നെ ഉണ്ടാക്കാം. ഇപ്പം നമ്മളിനി എന്നാ ചെയ്യും? അയ്യോ, എൻ്റെ വില്ലേജർ. ഈ അയൺകോളത്തിനൊന്നും ഓടാനും അറിയത്തില്ല. ഞാനിപ്പോൾ അടിച്ചില്ലായിരുന്നു, ആ വില്ലേജർ പോയി ചട്ടേനെ. എന്നാ ചെയ്യാനാണെന്ന്. പിന്നെ ഈ ഇവിടുത്തെ ഹേബയിലൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ഇപ്പം തന്നെ കുറേ ആവശ്യത്തിന് ഫുഡൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോയി ഒരു കാര്യം നോക്കിയിട്ട് വരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണം. എങ്ങനെയായിരുന്നു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കുന്നത് ഞാൻ മറന്നുപോയി. അതാണ് സ്റ്റോൺ കട്ടർ. ഒറ്റ അയണോട് മതി. എന്നിട്ട് വേണം എനിക്കൊരു കാര്യം നോക്കാൻ. സ്റ്റോൺ കട്ടറോ? ഓക്കെ, ഒറ്റ ഒരു സ്റ്റോൺ കട്ടർ. ഇനി ഇങ്ങനെ ആക്കാൻ പറ്റും. കോബിൾ സ്റ്റോൺ മതി. ഇത് വെച്ചാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്തായാലും ഗൈസ് ഫുള്ള് പോയി. ഇനി കോബിൾ സ്റ്റോൺ ഫുള്ള് സ്മെൽറ്റ് ചെയ്തില്ല ശരിയാകത്തില്ല. എന്നെ കഷ്ടകാലമാണെന്ന്. ഇതിന് സ്മെൽറ്റും ചെയ്യണം, അതിന് കോളും വേണം. കോള് പിന്നെ കുറേയൊക്കെ ഉണ്ട്. അത് കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ല. എന്നാൽ അത്രയും നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. അല്ലെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാതെ ഉണ്ടാക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റോൺ എന്നാത്തിനാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, ഈ സ്റ്റോൺ കട്ടർ ചെയ്ത് വെക്കുവാണെങ്കിൽ അതിപ്പോൾ കുറച്ച് പണിയാണ്. അപ്പം എന്നാണെങ്കിൽ കിടന്നുറങ്ങാം. എൻ്റർമാൻ ആയിരുന്നു വന്നു. എൻ്റർമാൻ, ഓ മൈ ഗോഡ്. അവിടെ സ്കെൽട്ടൻ ഇല്ല, താഴേക്ക് പോയി. അതാണ്ട് അവിടെ സ്കെൽട്ടൻ വെള്ളത്തിൽ. അതിനെ പോയി അടിച്ചു കൊല്ലാം. എനിക്ക് ഈ സ്കെൽട്ടനെ കൊല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബോൾ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. കുറച്ച് ഡ്യൂറബിലിറ്റി ഉള്ളൂ. ഗ്രാസ് ബ്ലോക്ക് ഇവിടെ തന്നെ വെക്കാം. +ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള ഡിസൈൻ ഫസ്റ്റ് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ വീടുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അയ്യോ, ഇനി ഇതിവിടെ വെച്ച്, അയ്യോ, പിന്നെ ഫുള്ള് മണ്ടത്തരം. ഇനി
നമുക്ക് ഒരു ഓഡ് നമ്പർ സ്ക്വയർ വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ 1 2 3 4. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7. ഇനി ഇങ്ങോട്ട് 1 2 3 4 5. എനിക്കൊന്നും കാണത്തില്ല. ഓക്കെ. പൊട്ടറ്റോയും കിട്ടി. ബേക്കഡാണോ? അല്ല. ഓക്കെ, അപ്പോൾ 2 4 5. അപ്പോൾ 6 7. 2 3 4 5 6 7. 1 2 3 4 5 6 7. അപ്പോൾ ഇനി ഓക്കെ, ചേടാ ഞാൻ വലിയൊരു സ്പീഡ് ബ്രിഡ്ജറാണ്. അത് ആ ബ്രിഡ്ജ് എനിക്ക് കുറച്ച് പാടായതുകൊണ്ടാണ്. ഓക്കെ, കുറച്ച് ടെറാഫോ ഇതിനിടയ്ക്ക് തന്നെ. ഗൈസ് ഞാനിപ്പോൾ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ വീടിൻ്റെ അടിത്തറ. അപ്പോൾ അടിത്തറ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെന്തോരം പെട്ടെന്ന് സ്റ്റോൺ ബ്രേക്ക് വന്നു. ഇത്ര നാൾ ഞാനിത് 2 വർഷം എടുത്തായിരുന്നു പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും സ്റ്റോണൊക്കെ. അപ്പോൾ ഇനി നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയതുകൊണ്ട് നമുക്കെല്ലാം തീരുമാനിക്കാനുണ്ട്. നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ജനൽ, ഇവിടെ ഒരു ജനൽ, 4 സൈഡിലും ഒരു ജനൽ, 3 4 5 സൈഡിലും ഓരോ ജനൽ വെച്ച്. അപ്പം അങ്ങനെ വേണ്ട. അത് കാരണം നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഇതിട്ടങ്ങ് കൊടുക്കാം. എക്സ്ട്രാ ഒരു സ്ക്വയർ. ബാക്കി എല്ലാ സൈഡും പൂർത്തിയിരിക്കുമായതുകൊണ്ട് അവിടെ എക്സ്ട്രാ ആയിട്ടൊരെണ്ണം കൊടുത്തേക്കാം. 1 2 3 4. ഓക്കെ, ഇവിടെ ഒരു സ്ക്വയർ. ഇതെല്ലാം ചുമ്മാ ഇടുന്നതാണ് ഗൈസ്, വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ ചുമ്മാ ഒരു സ്ക്വയർ കിടക്കുന്നതുകൊണ്ട് അങ്ങ് ഇട്ടേക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയും കൂടെ വെക്കുമ്പം ഓക്കെ, ഒരു ബേസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയി കുറേ മരം അങ്ങ് വെട്ടിയിട്ട് വരാം. സോ ഗൈസ്, കുറേ നേരത്തെ ഹാർഡ് വർക്കിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളിരുന്ന് വീട് പണിയുമായിരുന്നു. വേറെ അരമണിക്കൂർ റീസോഴ്സസ് ഗ്യാദർ ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മളെ വീടിൻ്റെ പ്ലാന് വിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള പരിപാടിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഞാൻ വാതിൽ വെക്കേണ്ട ഓർത്തറിയാതെ ഇത് കൊണ്ടുവന്ന് വെച്ചുപോയി. പിന്നെ നമുക്ക് സെറ്റാക്കാനുള്ളതൊക്കെയാണ്. ഇത് ഇപ്പം തന്നെ അങ്ങ് പൊട്ടിച്ച് വെച്ചിട്ടങ്ങ് പോകാം.
ഞാൻ പിന്നെ വുഡ് എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ ആക്സ് കണ്ടു ഇപ്പം തന്നെ പൊട്ടാതെ വുഡ് എടുത്തെടുത്ത്. ഇതുണ്ടോ കിണ്ണമല്ലേ, കിണ്ണം വീടല്ലേ. നാളെ ആകുമ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ പണിയും പൂർത്തിയാകും. അതോടെ കഴിഞ്ഞാൽ പിന്നെ സെറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.